ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. എനിക്ക് 1 വർഷം വരെ കല്യാണം കഴിക്കാൻ പറ്റില്ല. 12 കോടിയുടെ കോൺട്രാക്ട് അതെനിക്ക് എങ്ങനെ വിട്ടുകളയാനാവും? ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. പക്ഷെ എനിക്കിനി നിന്നെ കല്യാണം കഴിക്കണ്ട. ഒരു 12 കോടിയുടെ കോൺട്രാക്ടിന് വേണ്ടി നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ? കളഞ്ഞേക്കാൻ ഞാൻ കോൺട്രാക്ട്. അബി, എനിക്ക് 12 കോടി വേണ്ട. എങ്ങനെ എനിക്ക് കോൺട്രാക്ട് കിട്ടിയത്? നീ കാരണം അബി. കഴിഞ്ഞ 3 മാസമായി നീ എന്നോട് പറയുന്നതല്ലേ ഐ ഷുഡ് വർക്ക് ഓൺ ഇറ്റ്, ഐ ഷുഡ് വർക്ക് ഓൺ ഇറ്റ്. നീ അല്ലേ പറഞ്ഞത് ഒരു ഇന്റർനാഷണൽ കോൺട്രാക്ട് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ലോകം തന്നെ മറക്കണമെന്ന്. ഇന്ന് എനിക്കത് കിട്ടിക്കഴിഞ്ഞപ്പോ Are you listening? You know what, Tanu? I don't trust you. Even I don't believe it. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല തനു, നീ ഏട്ടനോട് നോ പറഞ്ഞു. അതൊരു കോൺട്രാക്ടിന് വേണ്ടി. ആലിയ, ഈവൻ എനിക്ക് പോലും അറിയില്ലായിരുന്നു അബി ഇത്ര പെട്ടെന്ന് കല്യാണത്തിന് തയ്യാറാകുന്നു. അബി, സോറി പറയുമല്ലേ ഞാൻ. വേറെ എന്ത് ചെയ്യാനാ? സേനാ ഇതാ കീറിക്കളഞ്ഞു ഞാൻ കോൺട്രാക്ട്. എനിക്ക് ഒരു ടോപ്പിലും എത്തണ്ട. ഇനി എന്താ? നിന്റെ ഡ്രീം ആയിരുന്നില്ല ഞാൻ ടോപ്പിൽ എത്തണമെന്നുള്ളത്. ഇന്ന് ഞാൻ ടോപ്പിൽ എത്താറായപ്പോ നീ ആദ്യം പറഞ്ഞത് ഞാൻ അനുസരിച്ചു. ഇന്ന് നീ എന്ത് പറയുന്നത് അനുസരിക്കാനും ഞാൻ റെഡിയാണ് അബി. I'll marry you. നിന്നെ കല്യാണം കഴിക്കും. വെരി നൈസ് ഏട്ടാ. അവളാണ് കാശിനെ സ്നേഹിക്കുന്നതെങ്കിൽ അത് തെറ്റ്. പക്ഷെ ഏട്ടനാണ് പൈസയെ സ്നേഹിക്കുന്നതെങ്കിൽ അത് ശരിയല്ലേ ഏട്ടാ? അവൾ ഏട്ടനെ സ്നേഹിക്കുന്നു. ജസ്റ്റ് 1 വർഷം വെയിറ്റ് ചെയ്യുന്ന കാര്യമല്ലേ? ഓ യാ, മൈ ബാഡ്, ഞാനത് മറന്നേ പോയിരുന്നു. ഏട്ടന് 1 വർഷമൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിനുവേണ്ടി അച്ഛമ്മയെ കൺവിൻസ് ചെയ്യിക്കേണ്ടി വരും അല്ലേ? അച്ഛമ്മയെ വെയിറ്റ് ചെയ്യിക്കേണ്ടി വരും, റൈറ്റ്? ഏട്ടാ, എനിക്കറിയാം ഏട്ടന് ദേഷ്യം വരുമ്പോ എന്തും പറയുമെന്ന്, എന്തും ചെയ്യുമെന്ന്. ഒന്ന് സ്വസ്ഥമായി ആലോചിക്കേട്ടാ. തനു ലൈഫിൽ വളരെ അംബീഷ്യസ് ആണ്. അവൾക്ക് ഈ സ്വപ്നങ്ങൾ ആരാ കാണിച്ചു കൊടുത്തേട്ടാ? നോട്ട് ഫെയർ ഏട്ടാ. സ്വപ്നം മനസ്സിലിരിക്കുന്നത് വരെ അതിനെ മറയ്ക്കാൻ പറ്റും. പക്ഷെ സ്വപ്നം പൂവണിയാൻ പോകുമ്പോഴാണെങ്കിൽ അതിനെ മറക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഏട്ടൻ തനുവിനോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. ബുൾബുൾ, ദാ ടിഫിൻ പിടിക്ക. ചേച്ചി, ഞാൻ ഓഫീസിൽ പോകുന്നില്ല, എനിക്ക് ടിഫിൻ വേണ്ട. അമ്മയ്ക്ക് തീരെ സുഖമില്ലാതിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓഫീസിൽ പോകും. കുറച്ച് ഇമ്പോർട്ടന്റ് പേപ്പേഴ്സ് പ്രണവിന് കൊടുത്തിട്ട് ഞാൻ വേഗം വരാം. നോക്ക്, നിനക്ക് ഓഫീസിൽ പോണെങ്കിൽ പോയിട്ട് വാ. ഞാനില്ലേ ഇവിടെ അമ്മയുടെ കൂടെ. ചേച്ചി, എനിക്ക് എന്റെ ഫാമിലിയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. ജോലിയൊക്കെ പിന്നീടാ. അത് മാത്രമല്ല, പിന്നെ ഇന്നലെ നടന്നതെല്ലാം. ഞാൻ എങ്ങാനും ഇനി ഓഫീസിൽ പോയാൽ നിങ്ങൾ എല്ലാവരും കൂടി വീട് ഹോസ്പിറ്റലാക്കി മാറ്റും. ഞാൻ പേപ്പേഴ്സ് കൊടുത്തിട്ട് വേഗം തിരിച്ചു വരാം. ചേച്ചി, ഞാൻ ഓഫീസിൽ ഫോൺ ചെയ്ത് ചോദിക്കട്ടെ പ്രണവ് എത്തിയോ ഇല്ലെന്ന്. ഹലോ ഹലോ ആന്റി, ബുൾബുളാ സംസാരിക്കുന്നത്. ഹലോ ബുൾബുൾ, ഹൗ ആർ യു? ഐ എം ഗുഡ് ആന്റി. പ്രണവ്, ഐ മീൻ ബോസ് ഓഫീസിൽ വന്നോ? വൈകുന്നേരത്തെ മീറ്റിംഗിന്റെ പേപ്പേഴ്സ് കൊടുക്കാന്. നോ, ബോസ് ഇസ് നോട്ട് ഇൻ ഓഫീസ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. അവിടുന്ന് തന്നെ മീറ്റിംഗിന് പുറപ്പെടും. ശരി ആന്റി, ഞാനെന്നാ പേപ്പേഴ്സ് വീട്ടിലെത്തിച്ചേക്കാം. ഓക്കെ, ബൈ. ബൈ. പ്രണവ് ഓഫീസിലല്ല, സോ വീട്ടിൽ പോണ്ടി വരും പേപ്പേഴ്സ് കൊടുക്കാൻ വേണ്ടി. നോക്ക്, ഇന്നലെ വീട്ടിൽ നടന്നതിനെ പറ്റി ഒന്നും പറയാൻ നിൽക്കണ്ട. അവന് വെറുതെ ടെൻഷൻ കൊടുക്കണ്ട.
ഏട്ടാ ഫൈനലി എന്ത് തീരുമാനിച്ചു? താങ്ക്സ് ആലിയ. ആലിയ ഒന്നും മനസ്സിലാകുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അച്ഛമ്മയുടെ ആരോഗ്യമാണെങ്കിൽ ഏട്ടാ അച്ഛമ്മ പതുക്കെ ശരിയായിക്കോളും. അതുമല്ല 1 വർഷത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. 1 വർഷത്തിന് ശേഷം തനുവിന്റെ കോൺട്രാക്റ്റും കംപ്ലീറ്റ് ആകും. ആൻഡ് കമോൺ ഏട്ടാ, തനു ഡിസേർവ്സ് ദിസ്. അത് കഴിഞ്ഞ് രണ്ടുപേരും കല്യാണം കഴിച്ചു. സിമ്പിൾ. ആ പക്ഷേ ഹേയ് പ്രണവ്, നീ കൃത്യസമയത്താ വന്നത്. വാ. അറിയാലോ ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും വാക്ക് കേൾക്കും. അതുകൊണ്ട് രണ്ടാളോട് ഞാൻ ചോദിക്കുവാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? തനുവിനെ കല്യാണം കഴിക്കണോ അതോ? അക്കോർഡിംഗ് ടു മീ, ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കൈവിടാൻ പാടില്ല. അപ്പോൾ അച്ഛമ്മയോ? അച്ഛമ്മയ്ക്ക് എന്താ ഏട്ടാ? അച്ഛമ്മ ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യും, ഏട്ടൻ അതിന് നോ പറയണം. അപ്പൊ വേറെ അന്വേഷിക്കും, ഏട്ടൻ അതിനെയും വേണ്ടെന്ന് പറയണം. ഇങ്ങനെ ചെയ്ത് പെട്ടെന്ന് 1 വർഷം അങ്ങ് പോയില്ലേ? അതുമല്ല അച്ഛമ്മ ഏട്ടന്റെ കഴുത്തിന് പിടിച്ച് കല്യാണ മണ്ഡപത്തിലൊന്നും ഇരുത്താൻ പോകുന്നില്ലല്ലോ. സോ ജസ്റ്റ് റിലാക്സ്. ഇനിയിപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന കുട്ടി അച്ഛമ്മ കാണണമെന്ന് പറഞ്ഞാലോ? അപ്പോഴോ? സിമ്പിൾ ഏട്ടാ, അച്ഛമ്മയോട് പറയാ അവള് വേറെ ആരുടെയെങ്കിലും കൂടെ പോയെന്ന്. അതുമല്ല അച്ഛമ്മ അത്രയ്ക്ക് ആഴത്തിലൊന്നും ചിന്തിക്കില്ല ഏട്ടാ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കൂല. സോ ജസ്റ്റ് റിലാക്സ്. മേ ബി യു ആർ റൈറ്റ്. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും തന്നെ ചെയ്യേണ്ടി വരും. എനിവേസ്, you guys carry on with your conversation. Leave you guys alone. ആലിയ, നീ അഭിയോട് സംസാരിച്ചോ? എന്ത് കാര്യത്തിന്? നിന്റെ എന്തെങ്കിലും കാര്യത്തിന് ആലിയ, വേറെ ഏത് കാര്യത്തിന്? ഓ യാ, അബൌട്ട് ദാറ്റ്. ആക്ച്വലി പ്രണവ് എന്താണെന്നറിയോ, അച്ഛമ്മയുടെ ആരോഗ്യം അത്ര ശരിയല്ല. അതുകൊണ്ട് നമ്മുടെ കല്യാണം കുറച്ച് പോസ്റ്റ്പോണ്ട് ആകും. അച്ഛമ്മയുടെ ആരോഗ്യം ഒന്ന് ശരിയായി വരുമ്പോൾ ഞാൻ തന്നെ എന്നോട് കല്യാണക്കാര്യം പറഞ്ഞോളാം. ഓക്കെ? അതെ പ്രണവ്, രാത്രി നിന്റെ പ്ലാൻ എന്താ? ഒരു ലോങ് ഡ്രൈവിന് പോയാലോ? അല്ലെങ്കിൽ പിന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ? വാട്ട്സ് സേ? ആലിയ, എനിക്ക് വർക്കുണ്ട്. അച്ഛമ്മ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? വരൂ, വന്ന് കിടക്കൂ. വേണ്ട വേണ്ട, എനിക്ക് കിടക്കണ്ട, മതിയായി. മോനെ അബി, നീ പറഞ്ഞ ആ പെൺകുട്ടി എവിടെ? അച്ഛമ്മ, അത് ആ പെൺകുട്ടി ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല. അച്ഛമ്മ മറന്നേക്കാ കുട്ടിയെ. ഞാനും മറന്നേക്കാം. പഴക്കായോ രണ്ടാളും? ഞാൻ മറന്നേക്കാം എന്ന് വെച്ചാൽ വേറെ ആരുടെയെങ്കിലും കൂടെ പോയോ അവൾ? ആ അച്ഛമ്മ, അവൾ വേറൊരാളുടെ കൂടെ പോയി. കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ നിന്റെ ഈ ജനറേഷനിലെ മോഡേൺ പെൺകുട്ടികളൊന്നും നല്ലതല്ലെന്ന്. ഇവരൊക്കെ പൈസയ്ക്ക് പിന്നാലെ ഓടുന്നവരാ. ഇവരുടെയൊക്കെ ശ്രദ്ധ സ്വന്തം ഭർത്താവിലല്ല, അവരുടെ കരിയറിലായിരിക്കും. പക്ഷെ നീ വിഷമിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി വളരെ നല്ല പെൺകുട്ടിയെ കണ്ടെത്തും. എന്താ നോക്കണ്ടേ? എനിക്കറിയാം നിനക്ക് അറേഞ്ച് മാരേജ് സിസ്റ്റം ഒട്ടും ഇഷ്ടമല്ലെന്ന്. പക്ഷെ മോനെ, നല്ല ജീവിത പങ്കാളിക്ക് ഈ ഏർപ്പാടാണ് ദി ബെസ്റ്റ്. ഇങ്ങോട്ട് നോക്ക്, ഞാൻ, നിന്റെ അച്ചാച്ചൻ, നിന്റെ അമ്മ, നിന്റെ അച്ഛൻ ഒക്കെ ഇങ്ങനെയല്ലേ കണ്ടത്. അതുമല്ല, അറേഞ്ച് മാരേജിന് ഒരു നല്ല സുഖമാണ്. നീ ആലോചിച്ചേ, 2 അജ്ഞാതർ കാണുന്നു. ദിവസവും അവരെ കാണുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും സുഖമുള്ള കാര്യമാണ്. പതിയെ പതിയെ പ്രണയം തോന്നും. എപ്പോഴായി പ്രണയം ഒരു ദൃഢബന്ധമാകുന്നതെന്ന് അറിയാനേ പറ്റില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ആ അച്ഛമ്മ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഞാനും തീരുമാനിച്ചു, ഞാൻ അറേഞ്ച്ഡ് മാരേജ് ചെയ്യുള്ളൂ എന്ന്. അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കും ഞാൻ. നിന്റെ കല്യാണം നല്ലൊരിടത്തുനിന്നേ ഞാൻ നടത്തുകയുള്ളൂ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ല വീട്ടിലെ പയ്യനെ ഞങ്ങളുടെ പ്രിയക്ക് വേണ്ടി കണ്ടുപിടിക്കണം. പക്ഷേ അത് ആ ബന്ധം മുടങ്ങി. ഇപ്പൊ പ്രിയ സമ്മതം മൂളിയിട്ടുണ്ട്, ഞങ്ങൾ നോക്കുന്ന പയ്യനെ കല്യാണം കഴിക്കാമെന്ന്. നോക്കൂ അമ്മേ, ക്ഷമിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത ബന്ധം കിട്ടിയെന്നിരിക്കില്ല.
അമ്മ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു പെൺകുട്ടിയുടെ കല്യാണം ഒരിക്കൽ മുടങ്ങിയാൽ അവൾക്ക് വേറെ നല്ല ആലോചനകൾ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ പ്രിയമോൾക്ക് പ്രായം ഇച്ചിരി കൂടിയവരുടെ ബന്ധമോ അല്ലെങ്കിൽ ഡിവോഴ്സി അവരുടെ ആദ്യ ബന്ധത്തിലെ കുട്ടികളും. അതെ, നീ ഒന്ന് ആദ്യം മിണ്ടാതിരിക്കേ. എന്തുകൊണ്ട് കിട്ടില്ല പ്രിയക്ക് നല്ല പയ്യന്മാരെ? നോക്കൂ അമ്മേ, നിങ്ങൾ എത്രയും വേഗം ഈ കാര്യം മനസ്സിലാക്കുന്നുവോ അത്രയും പ്രിയമോൾക്ക് നന്നായിരിക്കും. ആദ്യം ആളുകൾ നല്ല ബന്ധത്തിനു വേണ്ടി വർഷങ്ങൾ പാഴാക്കുന്നു. അത് കാരണം പെൺകുട്ടികളും വീട്ടിലിരുന്നു പോകുന്നു. ആദ്യം നീ ഇത് പറ. രാവിലെ നീ കയ്പൊക്കെ കഴിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി? ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ആ, ഹലോ. പ്രേമയ്ക്ക് ഓർമ്മയുണ്ടാകും ഞാനന്നൊരു കുട്ടിയുടെ ജാതകത്തെക്കുറിച്ച് പറഞ്ഞത്. അതെന്റെ ചെറുമോന്റെ ജാതകവുമായി നല്ല ചേർച്ചയാ. എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണമായിരുന്നു. ശരി, സമ്മതിച്ചു. പക്ഷെ ഞാനിപ്പോ വേറൊരിടത്താ. ഇവിടെ ഒരു കുട്ടിയുടെ കല്യാണം മുടങ്ങി. ഞാൻ അതുമായി ബന്ധപ്പെട്ട സംസാരത്തിലാണ്. ഓഹോ, ശരി. എന്നാൽ നിങ്ങൾ ആദ്യം അവരോട് സംസാരിച്ചോളൂ. ആ പാവത്തിന് നിങ്ങളുടെ സഹായത്തിന്റെ ആവശ്യമുണ്ടാവും. ശരി. അപ്പോൾ മോനെ അബി, നിനക്ക് വേണ്ടി ഞാൻ നോക്കുന്ന കുട്ടിയുടെ ജാതകവും നിനക്ക് നന്നായി ചേരും. അവൾ നല്ല കുട്ടിയാണ്. നിനക്കെപ്പോഴും അവൾ തുണയായിരിക്കും. ആലിയ, നീ ഇവിടെ? യെസ്, മീ. എന്നെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നെ കണ്ടപ്പോ ഇത്ര ഞെട്ടാൻ? ആലിയ, നീ പെട്ടെന്ന് ഇവിടെ? ഞാനൊന്ന് സംസാരിക്കാൻ വന്നതാന്നേ. ആദ്യം കരുതി പുറത്ത് എവിടെയെങ്കിലും പോയിരുന്ന് നമുക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാന്ന്. പക്ഷേ ഈ റൂം തന്നെ ധാരാളം. ബിക്കോസ് വി ഹാവ് എ ലോട്ട് ഓഫ് മെമ്മറീസ്. ആലിയ, എനിക്കൊരല്പം റിലാക്സ്. അവിടെ ഇരിക്കും പ്രണവ്. എന്താന്നോ, ഞാൻ ജുവലറി ഷോപ്പിൽ പോയിരുന്നു. അവിടുന്ന് എൻഗേജ്മെന്റ് റിംഗ്സ് വാങ്ങി ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ തോന്നി നിന്നെ ഒന്ന് കാണിക്കാമെന്ന്. Come on, be a good boy and try this for me. എനിക്ക് വേണ്ടി കാണിച്ചേ. ഫോണും നോട്ട് റീച്ചബിൾ. വാതിൽ തുറന്നിട്ടേക്കോ? സ്റ്റോപ്പ് ഇറ്റ്. നീ എന്താ മനസ്സിലാക്കാത്തത്? നിനക്കറിയാലോ ഞാൻ. നീ എന്താ മനസ്സിലാക്കാതെ? ഇനി കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുള്ളൂ പ്രണവ്. ആദ്യം എൻഗേജ്മെന്റ്, പിന്നെ കല്യാണം. പ്രണവ് സ്വീറ്റ് ഹാർട്ട്, ലിസൺ ടു മീ. ഈ ഒരു വർഷം നിനക്കറിയോ ഞാൻ എങ്ങനെയാ കഴിച്ചു കൂട്ടിയെന്ന്? എന്നിട്ടിപ്പോ ഒരു നിമിഷം പോലും നീ ഇല്ലാതെ എനിക്ക് വയ്യ പ്രണവ്. നീ ഏട്ടനും പ്രോമിസ് കൊടുത്തിരുന്നതല്ലേ, ഒരു വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ കല്യാണം നടത്താമെന്ന്, റൈറ്റ്? നമ്മുടെ ഫാമിലീസും ഇത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് പ്രണവ്? പ്രണവ് സ്വീറ്റ് ഹാർട്ട്, യു നോ ഐ മിസ്ഡ് യു, റൈറ്റ്? യു നോ, റൈറ്റ്? ആൻഡ് ഐ മിസ്ഡ് എവറി മൊമെന്റ് വിത്ത് യു. ഇപ്പൊ നമ്മുടെ കല്യാണം നടക്കാൻ പോവല്ലേ പ്രണവ്? ഐ മിസ് യു സോ മച്ച്. സ്റ്റോപ്പ് ഇറ്റ് ആലിയ. നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? എന്റെ തലയ്ക്ക് സുഖമില്ലാതാക്കിയതേ നീയല്ലേ പ്രണവ്? നീ എന്താ കരുതിയേ? നീ എന്റെ പ്രണയമാണെന്നോ? അതോ നീ ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയുമെന്നോ? നീ എന്താ വിചാരിച്ചേ? എനിക്ക് സഡൻലി ഒരു ഐഡിയ വന്നു, ആലിയ ഗെറ്റ് മാരീഡ്, ഗെറ്റ് സെറ്റിൽഡ്. അങ്ങനെ നിനക്ക് തോന്നുന്നോ പ്രണവ്? ഇനി നിനക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ നിനക്ക് തെറ്റി. നീ എന്റെ പ്രണയമല്ല, നീ എന്റെ ആവശ്യവുമല്ല. നീ എന്റെ വാശിയാണ്. വാശിയാണ് പ്രണവ്. I cannot believe this. നീ മറ്റാർക്കോ വേണ്ടി ആലിയെ കളയാൻ പോവാണെന്ന്. എന്റേതായതെല്ലാം എന്റേത് തന്നെയാണ്. നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു? ആ വെറും മൂന്നാം കിട പെണ്ണിന് വേണ്ടി നീ ആലിയെ ഉപേക്ഷിക്കുമെന്ന്? ഇറ്റ്സ് നോട്ട് ഡൺ പ്രണവ്. ആ പെണ്ണിനെ നീ ഓഫീസിൽ വെക്കുമ്പോഴേ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ജോലിക്ക് ജോലിയുമാവാം, അത് കഴിഞ്ഞ് യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. നിന്റെ ഓഫീസിലുള്ളവർക്ക് കാണുമ്പോൾ തോന്നും നിങ്ങൾ ജോലി ചെയ്യുവാണെന്ന്. അല്ല, ഇതിപ്പോ സാലറി ഏതിനാ? ജോലിക്കാണോ അതോ? നീ ഇനി ഒരു അക്ഷരം പോലും മിണ്ടി പോവരുത്. നീ എന്റെ കരണത്തടിച്ചല്ലേ?
How dare you, പ്രണവ്? നിന്റെ ഈ കൈ കൊണ്ടല്ലേ നീ എന്നെ കരണത്തടിച്ചത്. ഞാൻ നിന്നെ ആ അവസ്ഥയിലാക്കും. നിനക്ക് ഈ കൈ കൊണ്ട് ആ പെണ്ണിനെ ഒന്ന് തൊടാൻ പോലും പറ്റാത്ത വിധം. You have no idea whom you have messed with. അബിയുടെ പെങ്ങളാ ഞാൻ. അബിയുടെ വാശിയായിരുന്നു അവന് റോക്ക് സ്റ്റാർ ആകണമെന്ന്. ഇനി എന്റെ വാശി നിന്നെ നശിപ്പിക്കുക എന്നത് മാത്രമാണ് പ്രണവ്. ഇനി എന്റെ ജീവിതത്തിലെ അംബീഷൻ നിന്നെ പ്രണയിക്കാനോ നിന്നെ സ്വന്തമാക്കാനോ അല്ല, നിന്നെ നശിപ്പിക്കാൻ മാത്രമാണ്. You just wait and watch, Mr. Pranav. I will destroy you. നമുക്ക് റൈറ്റിലേക്ക് പോവാം. ഡാഡി എപ്പോഴും പറയാറുണ്ട് ലൈഫിൽ നമ്മൾ റൈറ്റിലേക്കേ പോകാൻ പാടുള്ളൂന്ന്. വേണ്ട, നമുക്ക് ലെഫ്റ്റിലേക്ക് പോവാം. കാരണം ഡാഡി എപ്പോഴും ലെഫ്റ്റിലാ പോകുന്നേ. വാ. അല്ല റൈറ്റ്. അല്ല ലെഫ്റ്റ്. റൈറ്റ്. അല്ല നമുക്ക് റൈറ്റിലേക്ക് പോവാം. നമുക്ക് ലെഫ്റ്റിലേക്ക് അല്ല നമുക്ക് റൈറ്റിലേക്ക് പോവാം. എന്താ ഇവിടെ ബഹളം? നിങ്ങൾക്ക് എങ്ങോട്ടാ പോവണ്ടേ? ഞങ്ങൾ എന്തിനാ നിങ്ങളോട് പറയണേ? ഞങ്ങൾ അച്ഛനെ കാണാനില്ല. എന്താ? അച്ഛനെ കാണാനില്ലെന്നോ? നിങ്ങൾ ടെൻഷൻ അടിക്കണം, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ശരി മോനെ, സമ്മതിച്ചു. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് പറഞ്ഞേ, നിങ്ങൾ അച്ഛനെ അവസാനം എവിടെ വെച്ചാ കണ്ടേ? ഞങ്ങൾ എന്തിനാ നിങ്ങളോട് പറയുന്നത്? ലാസ്റ്റ് ടൈം അച്ഛനെ അമ്പലത്തിനടുത്തുള്ള ഗാർഡനിലാണ് കണ്ടതെന്ന്. ആന്റി ഇവൻ പറയുന്നത് കേട്ട് ഒന്നും വിചാരിക്കല്ലേ. ഇവൻ ഇങ്ങനെ തന്നെയാ. ഇവനൊന്നും പറയാറില്ല എന്ന് പറയും, അവസാനം എല്ലാം പറയും. അതെയോ? ആന്റിയോട് ഞാൻ പറയും അച്ഛന് പേടിയാണെന്ന്. അതും മമ്മിക്ക് ഷോപ്പിംഗ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അച്ഛനെ വഴക്ക് പറയുമെന്ന്. ഞങ്ങൾ ആന്റിക്ക് ഒന്നും പറഞ്ഞു തരില്ല. കാരണം മമ്മി പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കണ്ടെന്ന്. എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. നിനക്ക് വിശക്കുന്നെങ്കിൽ നീ പറയൂ. കാരണം ഞാൻ പറയില്ല ആന്റിയോട് എനിക്ക് വിശക്കുന്നെന്ന്. ശരി, നിങ്ങൾ എവിടെ താമസിക്കുന്നേ? വീട്ടിൽ. ശരി, നിങ്ങളുടെ പേര് പറഞ്ഞേ. ആന്റിക്ക് ഞങ്ങളുടെ പേര് അറിയണമെങ്കിൽ ആദ്യം ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിത്തരണം. വാങ്ങിത്തരാം. പക്ഷേ നിങ്ങൾ പാനിപ്പൂരി കഴിക്കോ? എന്ത്? നമ്മുടെ രാജുവിനെ രാധയും കാണാനില്ലെന്നോ? അയ്യോ, ഞാൻ ശ്രദ്ധിക്കാത്തതല്ല. അവരെന്റെ പുറകെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എങ്ങോട്ട് പോയെന്ന് അറിയില്ല. കാണാതെ പോയിന്നോ? അതെങ്ങനെ കാണാതെ പോവും? തീർച്ചയായും കിഡ്നാപ്പ് ചെയ്തതായിരിക്കും. ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ റിച്ച് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നീ ഇങ്ങനെ... എന്തു പറ്റി വല്യമ്മ? ആരോടാ ദേഷ്യപ്പെടുന്നത്? അതോ ആ രാജിനോട്. അവനോടൊപ്പം കുട്ടികളൊന്ന് കറങ്ങാൻ പോയതാ. കിഡ്നാപ്പ്? എന്താ അമ്മ പറഞ്ഞേ? എന്റെ രാജുവിനെ രാധയും കിഡ്നാപ്പ് ചെയ്തെന്നോ? ഹലോ, രാജൻ കമ്മീഷണർ വിളിക്കാം. നീ അവിടെ തന്നെ നിന്നോ, ഞാൻ അങ്ങോട്ട് വരാം. നീ സ്ഥലം പറയാ. ഞാനിവിടെ ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ മുമ്പിലാണുള്ളത്. ശരി, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ശരി. ഇതിപ്പോ ആരായിരിക്കും കിഡ്നാപ്പിന് പിറകിൽ? ആന്റിക്ക് വേണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. വേണ്ട. ഓക്കെ, ഞാൻ കഴിച്ചോളാം. നിനക്ക് എന്നോട് ചോദിച്ച എന്താ? ഇനി മതി, കഴിക്കണ്ട. അച്ഛനെയും നോക്കേണ്ടതാ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ലാസ്റ്റ് ടൈം അച്ഛനെ കണ്ടിടത്തേക്ക് നമുക്ക് പോവാം. എന്താ? ഇത് നല്ല ഐഡിയ. അയ്യോ, ടാക്സി. എന്തിനാ ടാക്സി വിളിച്ചേ? ബുദ്ധൂസ്, ടാക്സി എന്തിനാ വിളിച്ചത്? ഈ പാനിപ്പൂരി കഴിച്ചതിന് ശേഷം എനിക്ക് നടക്കാനേ പറ്റുന്നില്ല. ശരി, നമുക്ക് ടാക്സി പോവാം. പക്ഷെ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ആന്റിക്ക് പറഞ്ഞുതരാം. പതുക്കെ. മാറി നിൽക്ക്. എന്താ മക്കളെ, ഇങ്ങോട്ട് ഇറങ്ങി. എന്താ നിങ്ങൾ ചെയ്യുന്നേ? കണ്ടിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. ജോലി കിഡ്നാപ്പാണോ?
ഏയ് കിഡ്നാപ്പിംഗ് ഒന്നുമല്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ വറീഡ്. ഓ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് വെച്ചാ ഹൈഫൈ കിഡ്നാപ്പർ. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക സർ. ഞാൻ ഈ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു. ഈ ടാക്സിയിലോ? എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നോക്കൂ സർ, ഞാൻ മതി, നിങ്ങളെ പോലുള്ള ആൾക്കാരെ എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യം കുട്ടികളുടെ ശ്രദ്ധ തിരിച്ച് നിങ്ങളുടെ വശത്താക്കും, പിന്നെ നിങ്ങളുടെ താവളത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങളുടെ പാർട്ണർ ഞങ്ങൾക്ക് ഫോൺ ചെയ്യും കാശ് ചോദിക്കാൻ. ഞാനൊന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം നിങ്ങൾക്ക് തോന്നിയത് എന്ത് വിളിച്ചു പറയാന്നല്ല. ഇതുവരെ ഞാൻ പറയുകയായിരുന്നു. ഇനി ഞാൻ പോലീസിന് കംപ്ലൈന്റ് ചെയ്യാൻ പോവുക. നിങ്ങൾ പോലീസിനെ ഫോൺ ചെയ്യല്ലേ? ഫോൺ ചെയ്യൂ. ഞാൻ കംപ്ലൈന്റ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നന്നായി നോക്കുന്നില്ലെന്ന്. നിങ്ങൾക്കറിയോ നിങ്ങളുടെ മക്കൾ വഴിയിൽ അലയുകയായിരുന്നു. അത് നിങ്ങൾ അന്വേഷിച്ച്. ഇവർക്ക് വിശക്കൊന്നും ഉണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും സംഭവിക്കായിരുന്നു. ആക്സിഡന്റ് വരെ സംഭവിക്കായിരുന്നു. ശരിക്കും ആരെങ്കിലും ഇവരെ കിഡ്നാപ്പ് ചെയ്തിരുന്നെങ്കിലോ? അപ്പൊ ഉത്തരവാദി ആരായിരിക്കും? അടുത്ത പ്രാവശ്യം ഇതുപോലെ സംഭവിച്ചാൽ ഞാൻ പോയി കംപ്ലൈന്റ് ചെയ്യും. നോക്കിക്കോ. അതെ കമ്മീഷണർ സാർ, ഞാൻ ദാ എത്തുന്നതേ ഉള്ളൂ. ഏട്ടനോട് സംസാരിച്ചിട്ട് സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പറയാം. ഐ ആം സോ സോറി. കണ്ണു കണ്ടൂടെ നിങ്ങൾക്ക്? സോറി സാർ, ആ പെൺകുട്ടി പെട്ടെന്ന് വണ്ടിയുടെ മുന്നിൽ ചാടിയതാ.